ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ദേ നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞല്ലേ? അപ്പോൾ ദേ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദേ കുറച്ച് കരികിലയൊക്കെ രാവിലെ തൂത്ത് കളയണേ. നമ്മുടെ ചാമ്പ മരത്തിൽ നിന്ന് ഒത്തിരി കരികില വീഴും. ചാമ്പയ്ക്കായും കരികിലൊക്കെ ഒത്തിരി വീഴും കേട്ടോ. പിന്നെ ഓരോ കുട്ടികളൊക്കെ വന്ന് ചാമ്പയ്ക്ക പറിക്കുമ്പോൾ അതും ഒക്കെ വീണ് കിടക്കും. പിന്നെ അതെല്ലാം തൂത്ത് മാറ്റും. എപ്പോഴും ഇതിനെ നേരമുള്ളൂ കേട്ടോ. ഏത് സമയം തൂക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണണം കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോന് കുടിവെള്ളം വേണമെന്ന് പറഞ്ഞ് എണീറ്റ് വന്ന ഉടനെ കുടിവെള്ളം കുടിക്കും. എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളെല്ലാവരും ആദ്യം കുടിവെള്ളം കുടിച്ചിട്ടേ പിന്നെ ചായയൊക്കെ കുടിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ അതേ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ അടുപ്പത്ത് കഷ്ണം വെച്ചിരിക്കുന്ന കേട്ടോ വേഗുന്നതിനായിട്ട്. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ് കേട്ടോ. രാവിലെ മോളുമായിട്ടൊന്ന് കണിച്ചുളങ്ങര വരെ പോകണം. അതിനുള്ള തിരക്കിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഹരിതകർമ്മസേനയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വന്നു കേട്ടോ. അപ്പോൾ അത് കാശ് കൊടുത്തിട്ട് അത് ബുക്കിൽ പതിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാപ്പിയും ഒക്കെ ഉണ്ടാക്കിയണേ. എന്നിട്ട് വേണം മോളെയും കൊണ്ട് കണിച്ചുളങ്ങര പോണ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവിങ് പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് മോളെ കൊണ്ടുപോയി ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ 2ഉം 4ഉം ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതിനുള്ള തിരക്കിലാണ് കേട്ടോ രാവിലെ. അപ്പോൾ അതേ സാമ്പാറൊക്കെ ഒന്ന് താളിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടിവെള്ളമാണ് ഇപ്പുറത്ത് കാലത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ദോശയും കൂടി ചുട്ടെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പുപൊടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ വിഷു? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടൊക്കെ ആഘോഷിച്ചു എല്ലാവരും. അവിടെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ അതേ ഞങ്ങളുടെ കാപ്പുപൊടിയെല്ലാം കഴിയാണ് കേട്ടോ. അപ്പോൾ മോൻ ആദ്യം കൊടുത്തു. പിന്നെ ഞാനും മോളും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളത് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. നടക്കാൻ കഴിയല എന്ന് വെച്ചാൽ അങ്ങോട്ട് കുറച്ച് പോയാൽ മതി. എന്നാലും മോൾക്ക് നടക്കാൻ ഭയങ്കര മടി. അപ്പോൾ എന്നോട് പറഞ്ഞു ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും കണിച്ചുളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് മോള് കാറിലേക്ക് കയറിയാണ് കേട്ടോ. അപ്പോൾ 10നും 10:30ക്കും ഇടയ്ക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ആ കാണുന്നത് കണിച്ചുളങ്ങര അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തെക്കുവശം കാണുന്ന ഗ്രൗണ്ടിലാണ് ഡ്രൈവിങ് പഠിപ്പിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറം കാണുന്നത് ഹൈസ്കൂളാണ് കേട്ടോ. മോള് 10ലും +1 +2 ഒക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. മോൻ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ വടക്കുവശത്തെ ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ പഠിപ്പിച്ചത്. ഇപ്പോൾ അവരത് തെക്കേ ഗ്രൗണ്ടിലേക്ക് മാറ്റിയതാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോരുമ്പോൾ അവിടെ ക്ലോസ് അടച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീട് നമുക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് കറിയൊക്കെ വയ്ക്കണമായിരുന്നു. ഞാൻ കറിയൊന്നും വയ്ക്കാതെയായിരുന്നു പോയത്. തിരിച്ച് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ഒത്തിരി സമയമായിട്ടുണ്ട്. ഒരു 12 മണി 12:30 ആയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിളിമീൻ അത് പൊള്ളിച്ചെടുത്ത കേട്ടോ. പിന്നെ മുട്ടയും കൂടെ പൊരിച്ചു. വെണ്ടയ്ക്കായും മുളകിൽ തന്നെ എടുത്തു കേട്ടോ. തേങ്ങ അരച്ച് കറി വയ്ക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ലിസ്റ്റ് കൊടുത്തിട്ട് പോയതാണ്. പക്ഷേ അവർക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കടയിൽ. അതുകൊണ്ട് എൻ്റെ സമയം കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കറികളൊക്കെയാണ്. അങ്ങനെ മോന് വർക്കുള്ളത് കൊണ്ട് 1 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. ഡ്രൈവിങ്ങിന് പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ എങ്ങനെയൊക്കെ ഓടിച്ചു, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുതും കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടാനും മറക്കരുതും കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.